കുത്തി വീഴ്ത്തിയ ശേഷം അവളുടെ ശരീരത്തിലൂടെ അയാൾ കാർ ഓടിച്ചു കയറ്റിപ്പോയപ്പോൾ ചോരയിൽ കുളിച്ച് വേദനയിൽ പുളയുമ്പോഴും അവൾ അലറിക്കരഞ്ഞത് എനിക്കൊരു കുഞ്ഞുണ്ടെന്നായിരുന്നു. മെറിൻ ജോയുടെ മരണം നേരിൽ കണ്ട ഒരു സഹപ്രവർത്തക കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ആരാണ് മെറിൻ ജോയ്? ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും ആ പേർ. ഇല്ലെങ്കിൽ 5 വർഷം പിന്നിലേക്ക് നമുക്ക് ഓർമ്മകളെ ഒന്ന് കൊണ്ടുപോകാം. 2020 ജൂലൈ 28. അന്ന് മാധ്യമങ്ങൾക്ക് ഒരു ഫ്ലാഷ് ന്യൂസ് പുറത്തുവിട്ടു. അമേരിക്കയിൽ മലയാളി നഴ്സിനെ കുത്തി വീഴ്ത്തിയ ശേഷം ഭർത്താവ് കാർ ഓടിച്ചു കയറ്റി ക്രൂരമായി കൊലപ്പെടുത്തി. അതായിരുന്നു ആ വാർത്ത. സ്വദേശത്തും വിദേശത്തുമുള്ള മലയാളി സമൂഹം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു മെറിൻ. കോറൽ സ്പ്രിംഗ് ആശുപത്രിയിലെ ജോലി മതിയാക്കി താമ്പയിലുള്ള താമസം മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ സഹപ്രവർത്തകരോടെല്ലാം യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് മടങ്ങാൻ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴാണ് മെറിന് കുത്തേറ്റത്. കാറിലെത്തിയ ഭർത്താവ് നെവിൻ മാത്യു മെറിനെ 17 തവണ കുത്തിയ ശേഷം നിലത്ത് വീണ മെറിൻ്റെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റി എന്നാണ് പോലീസ് പറയുന്നത്. നെവിൻ മാത്യു അതിനോടകം സംഭവ സ്ഥലത്ത് നിന്നും പോയിരുന്നു. ഇയാളെ പിന്നീട് സ്വയം കുത്തി മുറിവേൽപ്പിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മിഷിഗണിലെ വിക്സണിൽ ജോലിയുള്ള നെവിൻ കോറൽ സ്പ്രിംഗ് ആശുപത്രിയിൽ എത്തി ഹോട്ടലിൽ താമസിച്ചിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അവരുടെ ആശുപത്രിയിലെ സഹപ്രവർത്തകരിൽ ഒരാൾ മെറിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവൾ ഒരു മാലാഖയായിരുന്നു. 2 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. കുത്തി വീഴ്ത്തിയ ശേഷം ഞങ്ങളുടെ കൺമുന്നിലാണ് അവളുടെ മുകളിലൂടെ അയാൾ ആ കറുത്ത കാർ ഓടിച്ചു കയറ്റിയത്. പാർക്കിംഗ് ലോട്ടിൽ അവളെ രക്തം ചിതറി രക്തത്തിൽ കുളിച്ച് വേദന കൊണ്ട് പുളയുമ്പോഴും എനിക്കൊരു കുഞ്ഞുണ്ട് എന്നാണ് അവൾ അലറിക്കരഞ്ഞത്. നിലവിളി കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. മോനിപ്പള്ളി ഊരാളിയിൽ ജോയിയുടെ മകളാണ് മെറിൻ ജോയ്. മരിക്കുമ്പോൾ 28 വയസ്സായിരുന്നു. 2 വയസ്സുകാരി നോറയാണ് അവളുടെ മകൾ. മെറിൻ മരിക്കുമ്പോൾ നോറ നാട്ടിൽ മെറിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞിന് 7 വയസ്സ്. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മെറിൻ്റെ കുഞ്ഞ് നോറ മോനിപ്പള്ളിയിലെ വീട്ടിൽ മെറിൻ്റെ ഫോട്ടോയിൽ ഒരു ഉമ്മ കൊടുത്തപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. വിളി കേൾക്കാത്ത ലോകത്തേക്ക് തൻ്റെ അമ്മ പോയി എന്ന സത്യം ആ കുഞ്ഞുമോൾക്ക് അറിയില്ലല്ലോ. ഒന്നും അറിയാതെ തൻ്റെ അമ്മയ്ക്ക് ചിരിച്ചുകൊണ്ട് അന്ത്യചുംബനം നൽകി യാത്രയാക്കുന്ന ആ കുഞ്ഞു നോറയുടെ ദൃശ്യം എല്ലാവരുടെയും ഹൃദയം നുറുക്കുന്ന കാഴ്ചയാണ്. ഡിസംബറിൽ അമ്മ നാട്ടിൽ വന്നു. മടങ്ങിയപ്പോൾ താൻ കൊടുത്തത് തൻ്റെ അവസാന ഉമ്മയാണെന്ന് നോറമോൾ അറിഞ്ഞില്ലല്ലോ. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും മുഴുവൻ സ്നേഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങി മെറിൻ അമേരിക്കൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. കണ്ടുനിന്നവരുടെ സങ്കടങ്ങളും വേദനകളും പെരുമഴയായി പെയ്തിറങ്ങുകയായിരുന്നു അപ്പോൾ. മെറിൻ യാത്ര പറഞ്ഞിട്ട് ഇന്ന് 5 വർഷം തികയുന്നു. മലയാള മനോരമ പത്രത്തിൽ ഇന്ന് ഫോട്ടോയും സ്മരണാഞ്ജലിയും കൊടുത്തിട്ടുണ്ട് മെറിൻ്റെ കുടുംബക്കാർ. സ്വർഗത്തിൽ 5ാം പിറന്നാൾ പ്രാർത്ഥനയോടെ മകൾ നോറ ഫിലിപ്പ് എന്നാണ് അത് കുറിപ്പ്. എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒരു ലേഖനം. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.